എന്താ ശോതെ, കണ്ട കാഴ്ചയിൽ തന്നെ നീ മോളെ കരയിപ്പിച്ചോ? ഞാൻ കരയിച്ചതൊന്നും അല്ല. എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടു എന്ന് പറഞ്ഞിട്ട് മോള് തന്നെയാ കരഞ്ഞ്. എന്ത് സ്വപ്ന അത്? അത് എന്താ അമ്മയും മോളും കൂടി ഒരു ഒളിച്ചു കളി? പറയും മോളെ. ആരോ മോളെ തേടി വരുന്നു, അവകാശം പറയുന്നു, നമ്മുടെ അടുത്തു നിന്നും പിടിച്ചോണ്ട് പോവാൻ ശ്രമിക്കുന്നു. കൂടെ കൂടെ കാണുന്ന അച്ഛാ, അതുകൊണ്ടാ. ആ നടയിലേക്ക് നോക്കുക, ഭഗവാനുണ്ട്. ആ ധൈര്യത്തിലല്ലേ അച്ഛൻ നിങ്ങളെ വളർത്തുന്നത്. നമുക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം ഭഗവാൻ ചെയ്യോ? മോളെ അച്ഛനെ അമ്മയെ ഏൽപ്പിച്ചതാരാ? ഭഗവാനല്ലേ. മകളാണെന്ന് പറഞ്ഞതും മനസ്സു പകുത്ത് സ്നേഹം കൊടുക്കാൻ പറഞ്ഞതും ഭഗവാനാണ്. നമ്മളെ ഇനി ആർക്കും പിരിക്കാൻ പറ്റില്ല മോളെ, ഒരു ശക്തിക്കും. അതുപോട്ടെ, എങ്ങനെ നടക്കുന്നു സൂര്യയുടെ ചികിത്സയൊക്കെ? ഏട്ടന് നല്ല മാറ്റമുണ്ട് അച്ഛാ, പ്രത്യേകിച്ച് ഏട്ടന്റെ മനസ്സിന്. ഇപ്പൊ എന്താന്നറിയോ, ഏട്ടൻ എപ്പോഴും നല്ല നല്ല കാര്യങ്ങൾ പറയും, പ്രതീക്ഷയോടെ സംസാരിക്കുകയും ചെയ്യും. മുൻപ് അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എല്ലാം അവസാനിച്ചു എന്നുള്ള ഭാവത്തിലൊരു ഇരിപ്പായിരുന്നില്ലേ. ഇപ്പൊ അതൊക്കെ മാറി, ശരിക്കും മാറി. മാറും മോളെ, എല്ലാം ശരിയാവും. ആ, മോള് പറഞ്ഞ പ്രത്യേക പൂജകളൊക്കെ അച്ഛൻ ചെയ്യുന്നുണ്ട്. ദിവസം അത് തുടരുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ചികിത്സിക്കാൻ വന്ന വൈദ്യുതി നിസ്സാരക്കാരനല്ലല്ലോ. ചുറ്റും നിൽക്കുന്ന നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് സൂര്യക്ക് നല്ലൊരു മാനസികാന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഏട്ടന് സുഖമായി കഴിഞ്ഞാല് ഞാൻ പെട്ടെന്ന് തിരിച്ചു വരും കേട്ടോ. കണിമംഗലത്തിന്റെ പ്രൗഢിയാണ്, ആറ്റുശ്ശേരിയിലെ പവിത്രതയാ എന്റെ മനസ്സിന് ചെയ്തത്. അതൊരു നല്ല കാര്യമാണ്. പക്ഷേ ഇപ്പൊ മോൾ അവിടെ നിൽക്കുന്നോണ്ട് അച്ഛന് വേറൊരു സമാധാനം കൂടിയുണ്ട്. പ്രിയങ്കയുടെ കാര്യത്തില് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അവൾ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. അവളെക്കുറിച്ച് ആരും ഒരു പരാതി പറഞ്ഞു കേട്ടു. അടുക്കും ചിട്ടയുള്ള ഒരു ജീവിതം മനസ്സിലാക്കി കൊടുക്കാൻ എന്റെ മോൾ അവളുടെ കൂടെ ഉണ്ടാവും, നല്ലതാ. അതുകൊണ്ട് സൂര്യയുടെ ചികിത്സ കഴിഞ്ഞാലും പ്രിയങ്ക നേരെയായെന്ന് തോന്നുന്നവരെ മോള് കണിമംഗലത്ത് നിൽക്കണം എന്നാണ് എന്റെ അഭിപ്രായം. അയ്യോ, അതെങ്ങനെ ശരിയാവ്? ആദ്യം ഈ പറഞ്ഞ നടക്കട്ടെ യശോദേ, എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് ആലോചിക്കാം. അച്ഛാ, ഞാൻ ഭഗവാൻ ചേർത്തൻ മാല കെട്ടിക്കൊണ്ട് വരട്ടെ? കുറെ നാളായില്ലേ ചെയ്തിട്ട്? ഓ, ചെയ്തോളൂ. ഈ ഭക്തയുടെ ആഹാരം കിട്ടായിട്ട് ഭഗവാനും പരാതി ഉണ്ടാവും. അതെ, സൂര്യയുടെ അസുഖം മാറിയാൽ ഉടൻ തന്നെ അവളിങ്ങ് പോന്നോട്ടെ. പിന്നെ അവിടെ നിൽക്കാൻ നിർബന്ധിക്കണ്ട. രാധിക മോൾ അവിടെ നിൽക്കുന്നതുകൊണ്ട് വേറെ എന്തെങ്കിലും പ്രശ്നം താൻ കാണുന്നുണ്ടോ? അതല്ല, ഒരു മുതിർന്ന പെൺകുട്ടിയല്ലേ. എന്താണ്, മറ്റുള്ള അച്ഛനമ്മമാര് മക്കളെ വിശ്വസിക്കുന്ന പോലെ അല്ലല്ലോ. എന്റെയും തന്റെയും വിശ്വാസത്തിന്റെ താക്കോലല്ലേ അവള്. അവളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും വരില്ല. എന്റെ മോളാ അവള്. തന്തയും തള്ളയും മോളും കൂടി അങ്ങ് സ്നേഹിച്ച് മത്സരിക്കാം. ഇവറ്റകൾക്കൊന്നും വേറെ പണിയില്ലേ. ഞാനും താനും തമ്മിലുള്ള ബന്ധം ക്യാഷാ. എനിക്ക് വേണ്ടി മുത്തശ്ശി അമ്പലത്തിൽ പോയതിന് മുത്തശ്ശിക്ക് എന്തെങ്കിലും അയച്ചു കൊടുക്കണോ? അതോ മുത്തശ്ശിയെ പറഞ്ഞയച്ചതിന് തനിക്ക് എന്തെങ്കിലും വേണോ? എങ്കിൽ അത് ഞാൻ സെറ്റിൽ ചെയ്യാം. ഞാൻ അടുക്കാൻ തുടങ്ങുമ്പോഴൊക്കെ വരുൺ കൂടുതൽ കൂടുതൽ അകലുകയാ. അതേ തന്റെ തോന്നല. ഞാൻ എന്നും തന്നോട് ഒരേ സ്റ്റാൻഡില്ല. പണം കിട്ടിയപ്പോ താൻ ഒളിച്ചോടി പോകാൻ തീരുമാനിച്ചു. ആ പ്ലാൻ നടക്കാതായപ്പോ വീണ്ടും താൻ കണിമംഗലത്തേക്ക് തിരിച്ചു കയറി. അത് മാത്രമല്ലേ സംഭവിച്ചുള്ളൂ. അല്ലാതെന്താ? ദേവനാരായണൻ തിരുമേനിയുടെ മകൾ പ്രിയങ്കയ്ക്ക് മനസ്സിൽ പെട്ടെന്ന് ഐശ്വര്യം കയറിപ്പോയോ? പറ. ഇനി ഞാൻ ഒന്നും ആവശ്യപ്പെടില്ല, മറ്റൊന്നും ആവശ്യപ്പെടില്ല.
ഞാൻ ഇതൊന്ന് തൊട്ട് തന്നോട്ടെ. ദേ ഇതെന്റെ ദേഹത്ത് തൊട്ട് തന്നാ ഞാൻ ചിലപ്പോ തല്ലിന്ന് വരും. പിന്നെ ആളുകളെ വിളിച്ചു കൂട്ടിയുള്ള സ്ഥിര അഭ്യാസം ഉണ്ടല്ലോ, ഈ പുണ്യവതിയായിട്ടുള്ള പെണ്ണായിട്ടുള്ള അഭ്യാസം. ഇനി ഒരിക്കൽ അത് കാണേണ്ടി വന്നാ എന്റെ നിയന്ത്രണം വരും. കൊണ്ടുപോകുന്നുണ്ടോ? വരുൺ, എനിക്കൊന്ന് ഡ്രസ് ചെയ്യണം. ഒന്ന് പുറത്തു പോവോ? ഇവിടെ ഒന്ന് പുറത്തു പോകാനാ പറഞ്ഞത്. ഓ, മോള് ചെയ്യുന്നത് സഹിക്കാൻ പറ്റുന്നില്ല, പിന്നെയാണ് അമ്മൂമ്മയുടെ വക. ദേ എല്ലാവരും എനിക്ക് നന്നായിട്ട് അറിയാം. ഒന്ന് ഇറങ്ങി പോടോ. പോവാൻ